നമസ്കാരം. ഗണപതി എന്ന ദേവതയ്ക്ക് അനവധി രൂപങ്ങൾ ഉണ്ട്. 33 കോടി ദേവതകൾ എന്ന് പറയുന്നത് വെറുതെ അല്ല. ഏതെങ്കിലും ഒരു ഗ്രന്ഥം വായിച്ചിട്ട് ഗണപതി ഇങ്ങനെയാണ് എന്ന് മാത്രം നമ്മൾ പറഞ്ഞ് ശീലിക്കരുത്. അനവധി മുഖങ്ങൾ ഉണ്ട്. മൂകാംബിയില് എന്ന വലംബിരി ഗണപതി ഉണ്ടല്ലോ, അമ്പലത്തിൽ കീഴ്നോട്ടത്തിൽ. അത് ഏത് മുക്കിലാണ്, ഏത് വഴിയാണ് അതിന്റെ പ്രാധാന്യം അല്ല ഇന്നത്തെ വിഷയം. അതുകൊണ്ടാണ് അത് വേറൊരു ദിവസം പറയാം. ഉച്ഛിഷ്ട ഗണപതിയുണ്ട്. ഉച്ഛിഷ്ട ഗണപതി. ആ ഉച്ഛിഷ്ട ഗണപതിയുടെ ഉപാസകരൊക്കെ അപൂർവമാണ്. അവരെ തെരഞ്ഞു പിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഉച്ഛിഷ്ട ഗണപതിയുടെ ഉപാസകനായിട്ടുള്ള ഒരു വ്യക്തിയെ കാണാൻ ഞാൻ വളരെ ശ്രമം നടത്തി അവസാനം കണ്ടു. അദ്ദേഹം മരിച്ചു. അനവധി കാര്യങ്ങൾ മനസ്സിലാക്കി. സുബ്രഹ്മണ്യൻ അനവധി ഉള്ളതുപോലെ ഗണപതിയുടെ കൂട്ടത്തിൽ എന്നെ വളരെ ബാല്യത്തിൽ സ്വാധീനിച്ച ഒരു ഗണപതിയാണ് സിന്ദൂര ഗണപതി. ഗണപതി മേല് സിന്ദൂരം വാരി തേച്ചതൊന്നും ഇവിടെ പ്രശ്നമല്ല. ആ സിന്ദൂര ഗണപതിയെ കുറിച്ച് പറയുക വഴി നാം നമ്മുടെ ജീവിതത്തിൽ എന്ത് തിരുത്തൽ വരുത്താം, ഇത് ചിന്തിക്കണം. അന്യരോട് ക്ഷോഭിക്കല്ല വേണ്ടത്. നമ്മൾ ക്ഷോഭിക്കുന്നില്ലെങ്കിലും നമ്മളുടെ വർത്തമാനമൊക്കെ അന്യരോടുള്ള ക്ഷോഭമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. സിന്ദൂര ഗണപതി ഒരു തവണ ബ്രഹ്മാവിനെ കാണാനായിട്ട് പോയി. ബ്രഹ്മാവിനെ കാണാൻ ഗണപതി പോയോ ഇല്ലയോ എന്നൊന്നല്ല, മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രധാന ശക്തി വിശേഷം, കുണ്ടലിനി ശക്തി ഉണർത്തേണ്ട ദേവതയാണ് ഗണപതി. അപ്പൊ കലക്ടർ DMOനെ കാണാൻ പോയി എന്ന് പറഞ്ഞ മാതിരി വിചാരിച്ചാൽ മതി കാര്യം. ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയിട്ട് നല്ല ഉറക്കം, കൂർക്കമ്പലി. പകല് കിടന്ന് ഉറങ്ങുന്നത് നല്ല കാര്യമല്ല. അവർക്ക് വലിയ പുരോഗതി ഉണ്ടാവുകയില്ല. പകല് കിടന്ന് ഉറങ്ങുന്നത് കാരണം ബ്രഹ്മാവ് എന്ന് പറയുന്നത് നമ്മളാണ്, ഗണപതി നമ്മളാണ്, ബ്രഹ്മാവ് നമ്മുടെ കാര്യമാണ് പറയുന്നത്. എന്റേതായുള്ള ചില സൃഷ്ടികൾ ഞാൻ നടത്തുന്നില്ലേ, അപ്പൊ ഞാൻ ബ്രഹ്മാവല്ലേ? നിങ്ങൾ രാവിലെ നമ്മൾക്ക് ഓരോരുത്തരും സൃഷ്ടിക്കുകയല്ലേ? അപ്പൊ ഇങ്ങനെ മയങ്ങി കൂർക്കം വലിക്കും. പകൽ ഉറങ്ങരുത് എന്ന് പറഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ നിയന്ത്രണം തെറ്റും. ഒന്ന് പകല് വിശ്രമിക്കേണ്ടി വരും. അതിനെ ഒന്നിപ്പോ വിമർശിക്കല്ല. 3 മുതൽ 4 വരെ ഞാനൊന്ന് കിടക്കാറുണ്ട്. നിവർത്തിയില്ല, ക്ഷീണം. അപ്പൊ ഗണപതി വന്ന് കണ്ടപ്പോ പുള്ളി കോട്ടുവായിട. ആ കോട്ടുവായിന്നൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ആ രൂപം പ്രത്യക്ഷപ്പെട്ടത് ഒരു അസുരനായിട്ട് മാറി. ആ രൂപം പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ അസുരൻ ജനിച്ച ഉടനെ എല്ലാവർക്കും ഇഷ്ടായി. ബ്രഹ്മാവിന്റെ പത്നിയായിട്ടുള്ള സരസ്വതിക്കും ഇഷ്ടായി. തരക്കടില്ല, നല്ല ഭംഗിയുണ്ടല്ലോ, കുട്ടിയായിരിക്കുമ്പോ ഒക്കെ നല്ല ഭംഗിയുണ്ടല്ലോ. പക്ഷെ അവൻ ഉപദ്രവകാരിയായിട്ട് മാറി.
ഇത്രയും കഥ കേൾക്കുമ്പോൾ ബ്രഹ്മാവിനെ പറ്റിയും ഗണപതിയെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഞാനാകുന്ന ബ്രഹ്മാവ് അശ്രദ്ധ കൊണ്ട് ഒരു സൃഷ്ടി നടത്തുക. ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിൽ കൊടുക്കാൻ വേണ്ടി അവർ ചോദിച്ചിട്ടുണ്ടാവും, സമയായി എന്ന് പറയുന്നുണ്ടാവും. ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഒരു കൂട്ടർ വിളിച്ചുകൊണ്ടിരിക്കുക, എന്തായി, എഴുതി കഴിഞ്ഞോ ചോദിക്കുക. അപ്പൊ ശ്രദ്ധ ബാക്കി അനവധി കാര്യങ്ങളിലാണ്. ഫോട്ടോവായി ഇടുമ്പോ സൃഷ്ടി നടത്തി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കണ്ടേ? ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് ലാസ്റ്റ് അവസാന സമയത്ത് വായത്തുനിന്ന് എഴുതി. ഈ വ്യക്തിക്ക് തന്നെ അബദ്ധമായി. അങ്ങനെ ഉണ്ട്. ഇതന്നെയാണ് സംഭവം. കേരളത്തിലത്തെ ഏറ്റവും നല്ലൊരു സംഗീത സംവിധായകൻ രാത്രി 11 മണിക്ക് പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞു. അപ്പൊ ഞാൻ അടുത്തേക്ക് ചെന്നു. കുശലത്തിന്റെ കൂട്ടത്തിൽ കൂടെ ഇപ്പോഴേ അത് തീർന്നുള്ളൂ. നമ്മളിത് ഓരോന്നായിട്ട് അങ്ങോട്ട് തീർത്ത് കൊടുക്കണ്ടേ? ഇങ്ങനൊരു വരി പറഞ്ഞു. അങ്ങനെ തീർത്തു കൊടുക്കേണ്ടതാണോ? സംഗീതം എന്ന് പറയുന്നതും അതിന്റെ ട്യൂണിങ് എന്ന് പറയുന്നതും എത്ര ശ്രദ്ധിച്ച് ചെയ്യണം, വളരെ ശ്രദ്ധിക്കണ്ടേ? ഏതൊരാൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? പ്രസംഗം ഒരു സൃഷ്ടിയല്ലേ? വായ തോന്നൊക്കെ പറയാ. ഇപ്പൊ ഈയിടെ ഒരാളെ ഞാൻ അഭിനന്ദിച്ചു, നിങ്ങൾക്കൊരു ഗുണമുണ്ട്, സംസാരിക്കാൻ ചാൻസ് കിട്ടിച്ചിട്ട് വായ തോന്നി പറയില്ല. ഒരു വരിയിൽ നിർത്താം, എനിക്കതിനെപ്പറ്റി അറിയില്ല, എന്താ കുഴപ്പം? കോട്ടുവായി ഇടാത്ത സൃഷ്ടിയാവണം. ഒരു പുസ്തകം എഴുതി അവാർഡ് കിട്ടി കേമനായി ആ അവാർഡ് കൊടുത്ത സദസ്സിൽ വേറെ പ്രഭാഷകർ പണിയാൻ കിട്ടുന്നുണ്ട്. ഇനി അദ്ദേഹം എന്ത് പതിരെഴുതിയിരുന്നാലും മാർക്കറ്റുണ്ടാവും. പതിരവിടെ 2 ചാക്ക് പതിരെ എഴുതിയുള്ളൂ, അതിനേഷം ആളെ വിട്ടായി. ഈ സംഗീത സംവിധായകനും അവസാനിച്ചു. തീർത്തു കൊടുക്കലല്ല. ഒരു വർക്ക് ചെയ്യുമ്പോൾ കോട്ടുവായിൽ നിന്നുണ്ടായിട്ടുള്ള സൃഷ്ടി എന്ന് പറഞ്ഞാൽ അശ്രദ്ധയിൽ നിന്നുണ്ടായ സൃഷ്ടിയാണ്. ഇത് അധ്യാപകൻ ശ്രദ്ധിക്കണം, ആചാര്യ ശ്രദ്ധിക്കണം, കൽപ്പണിക്കാർ ശ്രദ്ധിക്കണം. തീർത്തു കൊടുക്കണ്ടേ? 10:30 പോണം. അതുകൊണ്ട് ആ കല്ലിട് വെക്കി. ആ കല്ലിട് വെച്ചതിന് കുറെ കഴിയുമ്പോ കാണാം അത് കംപ്ലീറ്റ് ഇടിഞ്ഞു വീണു എന്ന് കേൾക്കാം. ആദ്യം സൃഷ്ടി നടന്നപ്പോ ഒരു സന്തോഷമൊക്കെ ഉണ്ടായി. ഈ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഏത് സൃഷ്ടിയും ഇത് ഘടകം ആണ്. ഈ ഹോട്ടലിൽ എങ്ങനെ എഴുതാനും ചെലവായിക്കൊള്ളും. ഉള്ളത് നോക്കിയിട്ട് കഴുകൊന്നും വേണ്ട, കൊത്തി നുറുക്കിയിട്ട ഇവിടെ ആളുകൾ ക്യൂ നിൽക്കുക ഈ ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഉണ്ടാക്കുന്ന ആഹാരമാണ് കൂട്ടുവായിൽ നിന്ന് ഉണ്ടായ സൃഷ്ടി. ആളുകൾ പറയും ഇപ്പൊ അവിടുത്തെ കൊള്ളില്ലാട്ടോ. ഒരിടത്തേക്ക് പോകുമ്പോ ഇവിടെ നിന്ന് കഴിക്കുകയല്ലേ ആഹാരം എന്ന് ഞാൻ ചോദിച്ചപ്പോ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആൾ പറഞ്ഞു ഇപ്പൊ അവിടുത്തെ മോശ, നമുക്ക് കുറച്ചും കൂടെ അവിടെ പോകാം. ഈ അസുരൻ ദുരിതമായി എന്ന് പറഞ്ഞാൽ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന സൃഷ്ടികള് ബ്രഹ്മാവിന് ദുരിതമായി, സരസ്വതിക്ക് ദുരിതമായി. എല്ലാവരും കൂടി വന്നിട്ട് ഇവനെ ഒന്ന് സംഹരിച്ച് തരണം എന്ന് പറഞ്ഞു. ഗണപതി നിവൃത്തിയില്ലാന്ന് അവനെ അങ്ങോട്ട് സംഹരിച്ച് കയ്യിൽ ചോരയായി അതിവിടെ പുരട്ടി. ആ ഭാവമാണ് സിന്ദൂര ഗണപതി. സിന്ദൂര ഗണപതിയുടെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഇത്രയും ചിന്തകൾ നമ്മളിൽ ഉണ്ടാകണം. ആ ചിന്തയെ ഉദ്ദീപിക്കാനാണ് അവിടെ അമ്പലം പണിതിരിക്കുന്നത്. അമ്പലം പണിത് എന്തിനാ? നമ്മുടെ ചിന്തയെ ഉദ്ദീപിക്കാനാണ്. ഈ സിന്ദൂര ഗണപതി ചെയ്ത പോലെ
എന്റെ കോട്ടുവായിൽ നിന്ന് ചില കർമ്മങ്ങൾ, അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന കർമ്മങ്ങൾ ഉണ്ടാക്കുന്നുള്ള ചിന്ത അവിടെ വരണം. ഞാനൊക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ആ തിരക്കിലേക്കൊന്നും പോവില്ല. പക്ഷെ അവിടെ നിന്നുകൊണ്ട് എന്റെ മനസ്സിൽ ഈ ചിന്തകളൊക്കെ വന്നുകൊണ്ടിരിക്കും. ബന്ധുക്കൾ കളിയാക്കും. ഈ പ്രസംഗം തന്നെയുള്ളൂ, പ്രസംഗിക്കാൻ ആക്കാൻ പറ്റാത്തത്. കണ്ടില്ലേ, അവിടെ നിൽക്കുക. അപ്പൊ അവിടെ നിന്നാലാണ് എന്നാ പ്രസാദം കിട്ടുള്ളൂ. സിന്ദൂരം കിട്ടണമെങ്കിൽ അവിടെ ക്യൂവിൽ നിൽക്കാൻ പറഞ്ഞാൽ പുള്ളി നിൽക്കില്ല. സിന്ദൂരം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. നമ്മളിലെ ഗണപതി, നമ്മളിലെ സൃഷ്ടികർത്താവ് ഉണ്ടാക്കുന്ന വികല സൃഷ്ടികൾ എന്നാണ് ഇതിന്റെ അർത്ഥം. കഥകളുടെ ആന്തരികാർത്ഥത്തെക്കുറിച്ച് കുറച്ചും കൂടി ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ആലോചിച്ച് വാക്കുകൾ സംവദിക്കുന്നു.